രാവിലെ വെട്ടുകത്തിയുമായിട്ട് ആരെ വെട്ടാനിറങ്ങിയാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മറ്റാരെയല്ല, നമ്മുടെ ദേവനന്ദയെ വെട്ടിയേ തീരൂ എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കുകയാണ് കേട്ടോ. കാരണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി, മതിലിൻ്റെ ഇപ്പുറത്തോട്ടാകുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വെട്ടിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ മനസ്സോടെ നല്ല വിഷമത്തോടെയാണ് കേട്ടോ ഞാൻ ഈ ദേവനന്ദയെ വെട്ടുന്നത്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചെടിയായിരുന്നു കേട്ടോ. അതിപ്പോൾ ചെടിയെല്ലാം മരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി അങ്ങ് പൊങ്ങി ഇപ്പുറത്തോട്ട് റോട്ടിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കൊരു ശല്യമായി തുടങ്ങി. അപ്പോൾ ശല്യം എന്ന് പറയുമ്പോൾ നമ്മളെന്തായാലും അതിനെ ഒന്ന് മാറ്റിക്കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ കരുതിയതുപോലെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ തണ്ടിന് അത്ര കട്ടിയൊന്നുമില്ല, പക്ഷേ നല്ല ഉറപ്പുണ്ട് കേട്ടോ. എത്ര വെട്ടിയിട്ടും അങ്ങോട്ട് മുറിയുന്നില്ല, നല്ല പാടാണ്. അതുമല്ല, പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മുള്ള് പോലെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. എന്നാൽ ഷാർപ്പ് നീഡിൽ പോലത്തെ മുള്ളല്ല, എന്നാൽ കട്ടിയുള്ള മുള്ളാണ്. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് വെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പൂവിൻ്റെ ചന്തം കണ്ടാലേ എനിക്ക് തീരെ മനസ്സ് വരത്തില്ല ഇത് വെട്ടാനായിട്ട്. കാരണം അത്രയ്ക്കൊരു ഭംഗിയാണ്. നമ്മുടെ റോസാപ്പൂവിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു ചന്തമാണ് ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ. നമ്മുടെ റംബുട്ടാനൊക്കെ ഇങ്ങനെ അടുക്കി നിൽക്കുമ്പോൾ എന്തോ രസം അതുപോലെ തോന്നാറുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വെട്ടാം അല്ലേ. ഞാനിതിനെ 2-3 ആഴ്ചയായിട്ട് നോക്കി വിട്ടേക്കുവാണ് കേട്ടോ. കാരണം ഇത് മഴയും കാറ്റും കാരണം മൊത്തം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു വള്ളിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല, അവനങ്ങനെ താങ്ങി നിൽക്കുന്നില്ല. കാരണം തണ്ടിന് വലിയ കനമൊന്നുമില്ല, എന്നാൽ ഇലപ്പ് ഒരുപാടുണ്ട്, ഇല ഇഷ്ടം പോലെ ഉണ്ട്, നല്ല പൊങ്ങിയാണ് പോയത്. പിന്നെ പൂക്കളും ഉണ്ട്, മൊട്ടുണ്ട്, കായുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കണ്ടോ കറക്റ്റ് പൂവും കായും, ഇത് കായല്ല മൊട്ടാണ്, ഇതാണേ കായ. അപ്പം പൂവ്, മൊട്ട്, എല്ലാം ഈ ഒരു തണ്ടിലുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ ഈ സീഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഈ സീഡിനെ ഒന്നെടുത്ത് കാണിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി എല്ലാം കൂടെ ഒന്ന് വെട്ടി വിടാം. എനിക്കറിയത്തില്ല ഇനി നന്നായിട്ട് ഇതുപോലെ വരുമോ ഇല്ല, ഇതോടെ അതങ്ങ് നശിച്ചു പോകുമെന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഈ ദേവനന്ദ വളർത്തിയെടുക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ വളർത്തിയതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ട് നട്ടതേ ഉള്ളൂ, തന്നെ വളർന്നതാണ് കേട്ടോ. അധികം കെയറൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.